Hi students, welcome back to Enjoy Physics. Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പിക്കിന്റെ പേരാണ് കിർച്ചോഫ് ലോ. ഓക്കെ, കിർച്ചോഫ് ലോ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഓംസ് ലോ പഠിച്ചു കഴിഞ്ഞു. ഓംസ് ലോ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ റെസിസ്റ്റൻസ്. ബൈ യൂസിങ് ഓംസ് ലോ വി ക്യാൻ ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. Okay, that's for a simple circuit we can apply Ohm's law. Ohm's law നമുക്ക് വളരെ സിമ്പിൾ സർക്യൂട്ടിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ഓരോ ബ്രാഞ്ചസിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഓംസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. അങ്ങനെ വലിയ വലിയ നെറ്റ്വർക്കുകളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ഒരു ലോ ആണ്, ഒരു നെറ്റ്വർക്ക് ലോ ആണ് കിർച്ചോഫ് ലോ എന്ന് പറയുന്നത്. കിർച്ചോഫ് ലോയെ കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. കിർച്ചോഫ് ലോ എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ഒരു സർക്യൂട്ട് അപ്ലൈ ചെയ്യുന്നത്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ കിർച്ചോഫ് ലോ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് തിയറമാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിലൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട്, വോൾട്ടേജ് അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് തിയറമാണ് കിർച്ചോഫ് ലോ എന്ന് പറയുന്നത്. ഈ കിർച്ചോഫ് ലോയിൽ രണ്ട് ലോസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ദിസ് ഇസ് ഫസ്റ്റ് ലോ ഇസ് ആൾസോ കാൾഡ് ജംഗ്ഷൻ റൂൾ, അല്ലെങ്കിൽ വേറൊരു പേര് ലോന്ന് വിളിക്കാറുണ്ട്, കറണ്ട് റൂൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഫസ്റ്റ് ലോ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് റൂൾ എന്ന് വിളിക്കും. രണ്ടാമത്തെ ലോ ആണ് സെക്കൻഡ് ലോ അതിനെ ലൂപ്പ് റൂൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഈ കിർച്ചോഫ് ലോയിൽ മെയിൻ ആയിട്ട് രണ്ട് റൂൾസ് ആണ് നമുക്ക് ഉള്ളത്. ഒന്ന് എന്താണ്? ഫസ്റ്റ് ലോ, അല്ലെങ്കിൽ അതിനെ ജംഗ്ഷൻ റൂൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കറണ്ട് റൂൾ എന്ന് വിളിക്കും. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ആണ്, അതിനെ ലൂപ്പ് റൂൾ എന്ന് വിളിക്കും, അതുപോലെ തന്നെ വോൾട്ടേജ് റൂൾ എന്ന് വിളിക്കും. ഈ രണ്ട് ലോയും ചില പ്രത്യേകതകളുണ്ട്. ഈ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് സാധാരണയായിട്ട് കൺസർവേഷൻ ഓഫ് ചാർജ് ഒബേ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ലോ കൺസർവേഷൻ ഓഫ് ചാർജ് ഒബേ ചെയ്യും. ഓക്കെ, നിങ്ങൾ കൺസർവേഷൻ ഓഫ് ചാർജ് എന്താന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നിങ്ങൾക്ക് നോർമലി അറിയാവുന്നതാണ്, എന്താണ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്നൊക്കെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് ബേസ്ഡും, അതുപോലെ തന്നെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ബേസ്ഡ് ചെയ്തിട്ടുള്ള രണ്ട് ലോസ് ആണ്. അപ്പൊ നമുക്ക് ഇനി എന്താണ് ഫസ്റ്റ് ലോ എന്നും അതുപോലെ തന്നെ സെക്കൻഡ് ലോ എന്നും നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ലോനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ലോനെ വേറൊരു പേര് വിളിക്കുന്നുണ്ട്, കറണ്ട് റൂൾ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു പേര് വിളിക്കും, അതിനെയാണ് കറണ്ട് റൂൾ എന്ന് വിളിക്കുന്നത്. ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് റൂൾ ആണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഈ കിർച്ചോഫ് ലോ കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയോ? ഈ 1942 ജർമ്മൻ ഫിസിസ്റ്റ് ആയ കിർച്ചോഫ് ആണ് ഈ കിർച്ചോഫ് ലോ കണ്ടുപിടിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചത്? ടു സോൾവ് ദ കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക് സർക്യൂട്ടിന്റെ കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്? ഈ ഒരു നെറ്റ്വർക്ക് തിയറമായി കിർച്ചോഫ് ലോ കണ്ടുപിടിച്ചത്. ഈ ലോ കണ്ടുപിടിച്ചത് ഇപ്പൊ രണ്ട് ലോ ആണ് മെയിൻ ആയിട്ട് ഇതിലുള്ളത്. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ കറണ്ട് ലോ, അല്ലെങ്കിൽ വേറൊരു പേര് വിളിക്കാറുണ്ട്, ജംഗ്ഷൻ റൂൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണാം. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ദ ആൾജിബ്രിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ എ ക്ലോസ് ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് 0. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അതായത് ആൾജിബ്രിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ എ ക്ലോസ് ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ 0. ഓക്കെ, അതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിന് മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാം, സിഗ്മ ഡെൽറ്റ ഐ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മളൊരു ക്ലോസ് സർക്യൂട്ടിൽ ഒരു ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ജംഗ്ഷനിലോട്ട് ഒരുപാട് കറണ്ട് വരികയും പോവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? കിർച്ചോഫ് പറയുന്നത്, അക്കോർഡിംഗ് ടു ഹിസ് ഫസ്റ്റ് ലോ. ഓക്കെ, നമുക്കത് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് മാത്തമാറ്റിക്കലി നമുക്കത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ക്ലോസ് സർക്യൂട്ട് കൺസിഡർ ചെയ്തു. ആ ക്ലോസ് സർക്യൂട്ടിലെ ഒരു പോയിന്റ് എടുത്തു, ദാറ്റ് മീൻ ഒരു ജംഗ്ഷൻ ഞാൻ കൺസിഡർ ചെയ്തു. ആ ജംഗ്ഷൻ ആണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. അവിടേക്ക് ഈ സർക്യൂട്ടില്
ഒരുപാട് റെസിസ്റ്റൻസുകളൊക്കെ വന്ന് ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാണ്. അപ്പൊ ഈ O എന്ന് പറയുന്ന ജംഗ്ഷൻ, ഇപ്പോ ഇത് റെസിസ്റ്റൻസ് ആണ്, പല റെസിസ്റ്റൻസ് ആണ്, R1, R2, R3, R4, R5, അങ്ങനെ പല പല റെസിസ്റ്റൻസുകളെല്ലാം കൂടിയിട്ട് ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഈ R1ലേക്ക് വരുന്ന R1ലൂടെ കറണ്ട് I1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അത് ഓയിലേക്ക് എൻട്രി ചെയ്യാണ് സംഭവിക്കുന്നത്. R2ൽ നിന്ന് കറണ്ട് I2 പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ R3 എന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ കറണ്ട് ഉള്ളിലോട്ട് വരുന്നു. R4ലും കറണ്ട് പുറത്തേക്കാണ് പോകുന്നത്, ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. ഈ R5ല് കറണ്ട് ഉള്ളിലോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ നെറ്റ്വർക്കിൽ ഈ ക്ലോസ്ഡ് സർക്യൂട്ടിലെ ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്ത്, അപ്പൊ ഇതാണ് ആ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ജംഗ്ഷനിൽ എനിക്ക് ക്രിച്ച്ഓഫ് കറണ്ട് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ക്രിച്ച്ഓഫ് കറണ്ട് റൂൾ നമുക്കറിയാം. എന്താണ് ക്രിച്ച്ഓഫ് കറണ്ട് റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്ലോസ് സർക്യൂട്ടിൽ ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജംഗ്ഷനിലേക്ക് ആ ജംഗ്ഷനിൽ എന്തായിരിക്കും ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് ക്രിച്ച്ഓഫ് ഫസ്റ്റ് റൂള് പറയുന്നത്. അതായത് ആൾജിബ്രിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ എ ക്ലോസ് ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് 0. അതാണ് സ്റ്റേറ്റ്. നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനൊരു ക്ലോസ് സർക്യൂട്ടില് ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്തു. ആ ജംഗ്ഷനിലോട്ട് കറണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ സർക്യൂട്ടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ I1 എന്ന് പറയുന്നത് കറണ്ട് ഈ ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ I3 എന്ന കറണ്ടും ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യാണ്. അതുപോലെ തന്നെ I5ഉം എൻ്റർ ചെയ്യാണ്, ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം I2, I4, ഓക്കെ, ഈ രണ്ട് കറണ്ടുകളും, ഈ രണ്ട് കറണ്ട് I2ഉം I4ഉം എന്താ സംഭവിക്കുന്നത് അവിടെ? അത് ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്ത് പോവാണ്, ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്ത് പോവാണ്. അപ്പൊ 3 കറണ്ടുകൾ I1, I3, I5 എന്ന് പറയുന്നത് ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യുകയും അതുപോലെ തന്നെ I2, I4 എന്ന് പറയുന്ന കറണ്ട് ലീവ് ചെയ്ത് പോവാണ്. അപ്പൊ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട മുമ്പ് നമ്മളൊരു സൈൻ കൺവെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ടുകളെല്ലാം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. കറണ്ട് ഫ്ലോ മീൻസ് കറണ്ട് എൻ്ററിങ് ടു എ ജംഗ്ഷൻ, കറണ്ട് എൻ്ററിങ് ടു എ ജംഗ്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈനും, ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സൈൻ കൊടുക്കുകയാണ്, സൈൻ കൺവെൻഷൻ നമ്മൾ കൊടുക്കുകയാണ്. എൻട്രിങ് കറണ്ട്, ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ടിനെ നമ്മൾ പോസിറ്റീവ് സൈനും, ലീവ് ചെയ്ത് പോകുന്ന കറണ്ടിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? നെഗറ്റീവ് സൈനും നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ I1 എന്ന് പറയുന്ന കറണ്ട് എൻ്റർ ചെയ്യാണ്, I3 എന്ന് പറഞ്ഞ കറണ്ട് ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യാണ്, അതുപോലെ തന്നെ I5ഉം ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് സൈൻ ആണ് വരിക. അതുപോലെ തന്നെ I2 ആൻഡ് I4 എന്ന് പറയുന്നത് ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പൊ അതിന്റെ സൈൻ എന്തായിരിക്കും? ഷുവർലി ഇറ്റ് ഈസ് നെഗറ്റീവ് ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ കറണ്ട് നമുക്കിവിടെ ഈ ജംഗ്ഷനിലെ ടോട്ടൽ കറണ്ട് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ കിർച്ചോഫ് ലോ പ്രകാരം എന്താണ്? ജംഗ്ഷനിലേക്ക് വരുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ആൾജിബ്രിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ എ ക്ലോസ് ഇലക്ട്രിക് സർക്യൂട്ട് ഈ 0 ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് ഓയിൽ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I1 പ്ലസ് I2 എന്ന് പറയുന്ന കറണ്ട് എന്താണ്? ലീവ് ചെയ്ത് പോവാണ്. അപ്പോ മൈനസ് I2 പ്ലസ് I3 എന്ന് പറഞ്ഞ എൻട്രി ആണ്, അതിന്റെ വാല്യൂ പോസിറ്റീവ് തന്നെയാണ്. പ്ലസ് I4 എന്ന് പറഞ്ഞ കറണ്ട് ലീവ് ചെയ്ത് പോവാണ്, അപ്പൊ മൈനസ് I4 പ്ലസ് I5 എന്ന കറണ്ട് എൻട്രി ആണ്, അപ്പൊ I5 നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ടോട്ടൽ കറണ്ട് I1 പ്ലസ് മൈനസ് I2 പ്ലസ് I3 പ്ലസ് മൈനസ് I4 പ്ലസ് I5 ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് എന്ത് പറയുന്നത്? കിർച്ചോഫ് ലോ പറയുന്നത്. ഇപ്പൊ I1 പ്ലസ് മൈനസ് I2 പ്ലസ് I3 പ്ലസ് മൈനസ് I4 പ്ലസ് I5 ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും I1 പ്ലസ് I3 പ്ലസ്
I5 is equal to I2 plus I4. ഈ മൈനസുള്ള I2-നെ നമ്മൾ LHSലേക്ക് കൊണ്ടുപോവാണ്. നമുക്കറിയാം ടോട്ടൽ കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനിലെ ടോട്ടൽ കറണ്ട് 0 ആണ് അക്കോർഡിംഗ് ടു ദ കിർച്ചോഫ് ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് ടോട്ടൽ കറണ്ട് എടുത്ത് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻ കൂടി അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ ഇങ്ങനെ കിട്ടി. അപ്പൊ അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ എന്ത് കിട്ടി? I1 പ്ലസ് I3 പ്ലസ് I5 is equal to I2 പ്ലസ് I4 എന്ന് കിട്ടി. അതായത് ഈ മൂന്ന് കറണ്ടുകൾ എന്താണ്? എൻറ്ററിങ് കറണ്ട് ആണ്. എൻറ്ററിങ് കറണ്ട് at the junction. And ഇത് രണ്ടും എന്താണ്? ലീവിങ് കറണ്ട് ആണ്. ലീവിങ് കറണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് മനസ്സിലായി? ഒരു ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടും ലീവ് ചെയ്യുന്ന കറണ്ടും എന്താണ്? രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? കിർച്ചോഫയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് കിർച്ചോഫയുടെ സ്റ്റേറ്റ്മെന്റ്? The algebraic sum of current meeting at a junction in a closed electric circuit is 0. നമ്മളത് എന്ത് ചെയ്തു? ഒന്ന് നമ്മൾ അനലൈസ് ചെയ്തു, നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ടും ആ വരുന്ന കറണ്ടിന്റെ സമ്മും ലീവ് ചെയ്ത് പോകുന്ന കറണ്ടിന്റെ സമ്മും എന്താണ്? രണ്ടും ഈക്വൽ ആണ്. So we can conclude that total current entering at a junction is equal to total current leaving from the junction. So അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, എന്ത് ബേസ് ചെയ്തിട്ടാണ്? ചാർജ് കൺസർവേഷൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. എത്ര ചാർജ് ആ ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്തോ അത്രയും എമൗണ്ട് ചാർജ് എന്ത് ചെയ്യുന്നു? ആ ജംഗ്ഷനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എന്ത് ചെയ്യുന്നു? ലീവ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി വയ്ക്കുക. ഓരോ പോയിന്റും സൈൻ കൺവെൻഷൻ എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ കൺവെൻഷൻ എന്തായിരുന്നു? എൻ്ററിങ് കറണ്ടിനെ പോസിറ്റീവ് ആയിട്ടും ലിവിങ് കറണ്ടിനെ നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഈ സർക്യൂട്ട് നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ജംഗ്ഷനിലേക്ക് എൻ്ററിങ് കറണ്ടും ലിവിങ് കറണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ നോർമലി നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ദ വാല്യൂ വിൽ ബി 0. Okay, so that is the first Kirchhoff law. Okay, ഇത് നമ്മൾ സെക്കൻഡ് ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ലോനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ എന്നാണ് നമ്മൾ സെക്കൻഡ് ലോനെ വിളിക്കുക. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കിയിട്ട് അതിനുശേഷം നമ്മൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: the algebraic sum of change in potential around any closed path of electric circuit involving resistor and cell in a loop is 0. The algebraic sum of change in potential around any closed path of electric circuit involving resistor and cell in a loop is 0. Okay, അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: the algebraic sum of EMF in any loop of circuit. Algebraic sum of EMFs in any loop of circuit is equal to the sum of product of current and resistance in it. Okay, ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. The algebraic sum of EMF in any loop of circuit is equal to the sum of product of current and resistance in the circuit, in a closed circuit. സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ക്ലോസ് സർക്യൂട്ട് എടുക്കുക വിചാരിക്കുക. ആ ക്ലോസ് സർക്യൂട്ടിൽ ചിലപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കാം? ഒരു ക്ലോസ് ഇലക്ട്രിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ റെസിസ്റ്റൻസ് ഉണ്ടാവാം, സെല്ല് ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവും. അപ്പം ആ സർക്യൂട്ടില് ഈ റെസിസ്റ്റൻസ് അക്രോസ് ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിന്റെ സമ്മും, ഓക്കെ, അതുപോലെ തന്നെ എത്ര സെൽസ് ഉണ്ടോ ആ സെൽസിന്റെ പൊട്ടൻഷ്യലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വാല്യൂസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്? സെക്കൻഡ് ലോ പറയുന്നത്. അപ്പൊ ഒരു ക്ലോസ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ആ ക്ലോസ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടാവാം, n നമ്പർ ഓഫ് സെൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കുറെ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കറണ്ട് കടന്നു പോകുമ്പോൾ ഓരോ സർക്യൂട്ടിന്റെ അവിടെ എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പം ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ സമ്മും, ഓക്കെ, കറണ്ട് കടന്നു പോകുമ്പോൾ റെസിസ്റ്റൻസിന്റെ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ സമ്മും, അതുപോലെ തന്നെ ആ സർക്യൂട്ടിൽ, ആ ക്ലോസ് സർക്യൂട്ടിൽ, നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോസ് സർക്യൂട്ടിൽ ഏതൊക്കെ സെൽസ് ഉണ്ടോ ആ സെൽസിന്റെ EMFന്റെ സമ്മും രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്?
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇതാണ് പറയുന്നത് ആൾജിബ്രിക് സം ഓഫ് EMF ഇൻ എനി ലൂപ്പ് ഓഫ് എ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ഒരു ക്ലോസ് സർക്യൂട്ടില് ഉണ്ടാവുന്ന EMFന്റെ ആൾജിബ്രിക് സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ സർക്യൂട്ടിലെ കറന്റിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റ്. ഓക്കെ, അതിന്റെ അതായത് കറന്റിന്റെ റെസിസ്റ്റന്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്ററിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ I ഇൻറ്റു R എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കാം? ഒരു ക്ലോസ് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് സെയിം തന്നെയാണ്. ഓക്കെ, അതായത് സിഗ്മ ഇ സിഗ്വൽ സിഗ്മ IR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഇ പ്ലസ് സിഗ്മ IR എന്ന് പറയുന്നത് അതിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. Okay, അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. The algebraic sum of change in potential around any closed path of an electric circuit involving resistor and cell in a loop is 0. I think it's clear. Okay, that is a second statement, and this second statement is based on conservation of energy. Conservation of energy നെ ബേസ് ചെയ്തിട്ടാണ് ഈ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനർജി കൺസർവേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരച്ചുകൊണ്ടൊക്കെ നമുക്ക് അതിനെ കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു ക്ലോസ് സർക്യൂട്ടിൽ കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യുക, സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് കുറച്ച് സൈൻ കൺവെൻഷൻസ് ഉണ്ട്, കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡയറക്ഷൻ എടുക്കുന്നത് അതിനെ കുറിച്ച് കുറച്ച് നിയമങ്ങളുണ്ട്, സൈൻ കൺവെൻഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട നിയമം എന്ന് പറയുന്നത്, നമുക്ക് ഇതില് പാത്ത് എടുക്കണം. നമ്മൾ ഏത് പാത്ത് നമുക്ക് ഇതില് ക്ലോസ് ലൂപ്പ് എടുക്കുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ നമ്മൾ ലൂപ്പ് എടുക്കുന്നത്, അത് നമ്മളെ അനുസരിച്ചിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ലൂപ്പ് തിരഞ്ഞെടുക്കാം. ക്ലോക്ക് അതിന്റെ പാത്ത് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് മോഷൻ അതിന്റെ പാത്ത് എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കാം, ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ ഇപ്പൊ ഒരു സെല്ലുണ്ട് വിചാരിക്കും, ആ സെല്ലിന്റെ EMF E ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ സെല്ലിന്റെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ ആ പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ, നമ്മളൊരു ഡയറക്ഷൻ എടുത്തു, ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തു. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോകുന്നത് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പൊ അവിടെ ഉണ്ടാവുന്ന EMF എന്തായിരിക്കും? ആ EMFന്റെ സൈൻ എന്തായിരിക്കും? പൊളാരിറ്റി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ, പോസിറ്റീവ് പൊളാരിറ്റിയിൽ നിന്ന് നെഗറ്റീവ് പൊളാരിറ്റിയിലേക്കാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന EMF എന്തായിരിക്കും? EMF നമ്മൾ എന്തായിരിക്കും? പോസിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അതാണ് രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ക്ലോസ് ലൂപ്പ് ക്ലോക്ക് വൈസ് ആണോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണോ, ആ ഡയറക്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന ഡയറക്ഷന്റെ അതേ ഡയറക്ഷൻ സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് വരുന്നതെങ്കിൽ ആ EMF പോസിറ്റീവും, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് വരുന്നതെങ്കിൽ ആ EMF നമ്മൾ നെഗറ്റീവായിട്ടും കൺസിഡർ ചെയ്യും. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഡയറക്ഷനും കറന്റ് ത്രൂ ദ റെസിസ്റ്ററും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, നമ്മൾ എടുക്കുന്ന ഡയറക്ഷനും കറന്റ് ത്രൂ ദ റെസിസ്റ്ററും സെയിം ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന ഡയറക്ഷനും കറന്റ് ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മള് ഒരു സർക്യൂട്ടിലെ ചെറിയൊരു ഭാഗമാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ,
സർക്യൂട്ടിൽ ചെറിയൊരു ഭാഗം കൺസിഡർ ചെയ്തു. ഇതിന് റെസിസ്റ്റൻസ് R1 ആണ്. അപ്പൊ നമ്മൾ ഇത് കൂടെ പോകുന്ന കറണ്ട് ഈ ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്. ഈ ഡയറക്ഷനാണ് കറണ്ട്, എയിൽ നിന്ന് ബിയിലോട്ടാണ് കറണ്ട് പോകുന്നത്. റെസിസ്റ്റൻസ് R1 ആണ്. അപ്പൊ നമ്മൾ എടുത്ത ഡയറക്ഷൻ ബിയിൽ നിന്ന് എയിലേക്കാണ് നമ്മൾ എടുത്തത്. നമ്മൾ എടുത്ത ഡയറക്ഷൻ ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ നോക്കാം, കറണ്ടിന്റെ ഡയറക്ഷനും നമ്മളെടുത്ത ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് I1 into R1 എന്ന് പറയുന്നത്, I1 into R1 എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. I1 into R1 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ എടുക്കുന്ന ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും സെയിം ആണെങ്കിൽ, നമ്മൾ എടുക്കുന്ന ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് തന്നെയാണ് നമ്മളെടുത്ത ഡയറക്ഷൻ, കറണ്ടിന്റെ ഡയറക്ഷനും എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അതായത് I1 R1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ നിയമങ്ങളെല്ലാം, ഈ സൈൻ കൺവെൻഷൻസ് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു നെറ്റ്വർക്ക് ഈ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ഒരു സിമ്പിൾ നെറ്റ്വർക്ക് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സെൽ E1, ഇവിടെ R1, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് R2, ഇവിടെ സെൽ E2, ഇവിടെ സെല്ല് R3 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡയഗ്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൂപ്പിനെ നമ്മൾ നെയിം ചെയ്യണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പൊ ഞാനത് നെയിം ചെയ്യാൻ പോവാണ്. ഈ പോയിന്റ് A, B, C, D, E, F എന്ന് കൊടുത്തു. ഇത് നമുക്ക് ഇതിലത്തെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്കറിയാം കറണ്ട് ഡയറക്ഷൻ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് വരിക. അപ്പൊ ഞാൻ ഇവിടുന്ന് വരുന്ന കറണ്ടിന് ഞാൻ I1 എന്ന് കൊടുത്തു. ഓക്കെ, I1 എന്ന് കൊടുത്തു. ഇവിടുന്ന് വരുന്ന കറണ്ടിന് E2 നിന്ന് വരുന്ന കറണ്ടിന് ഞാൻ എന്ത് കൊടുത്തു? I2 എന്ന് കൊടുത്തു. ഈ I1ഉം I2ഉം ഈ F പറഞ്ഞ പോയിന്റിൽ ജോയിൻ ചെയ്തു. അപ്പോ ഇത് കൂടെ പോകുന്ന കറണ്ട് ഞാൻ I3 എടുത്തു. ഓക്കെ, അതായത് ഈ I3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ പ്രകാരം I3 എന്ന് വെച്ചാൽ എന്തായിരിക്കും? I1 plus I2 ആയിരിക്കും. ഇനി ഈ I3 പറഞ്ഞ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I2 കറണ്ട് ഈ വഴി കടന്നു പോവും, ഈ വഴി പോകുന്ന കറണ്ട് എന്തായിരിക്കും? I1 ആയിരിക്കും. അപ്പൊ നമ്മൾ കറണ്ടിന്റെ ഇത് മാർക്ക് ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സർക്യൂട്ടിനെ ലേബൽ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? കറണ്ടിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരെ I1ഓ I2ഓ I3ഓ ഏതെങ്കിലും വാല്യൂ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും റെസിസ്റ്റൻസിന് അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസിസ്റ്റൻസിന്റെ വാല്യൂ അതൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ഞാനൊരു ക്ലോസ് ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. ആ ക്ലോസ് ലൂപ്പിൽ എങ്ങനെ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു കുറച്ച് സൈൻ കൺവെൻഷൻസ് ഉണ്ട്. ആ സൈൻ കൺവെൻഷൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് ഇവിടെ ഈ കിർച്ചോഫ് വോൾട്ടേജ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വേണം? നമ്മളൊരു ക്ലോസ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ക്ലോസ് ലൂപ്പിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യത്തെ റൂൾ എന്തായിരുന്നു? നമുക്ക് ഒരു ലൂപ്പിന്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യണം. ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ നമ്മൾ എടുക്കുന്നത് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പം അതാണ് ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എടുക്കാൻ പോകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഞാൻ എടുക്കുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ABCF എന്ന് പറഞ്ഞ ലൂപ്പാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതായത് ABCF ഇത് ലൂപ്പാണ്, അതുകൊണ്ട് സ്റ്റാർട്ടിങ് എൻഡിങ്ങും ഒറ്റ ഇതിലായിരിക്കും. ABCF, അതായത് ഇതാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസിലാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എവിടുന്നാ പോകുന്നത്? എന്ന് ബിയിലോട്ട് പോകുന്നു, ബിന്ന് സിയിലോട്ട് പോകുന്നു, സിന്ന് എഫിലോട്ട് വരുന്നു, എഫിന്ന് എയിലോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം? ഇവിടെ KVL, കിർച്ചോഫ് വോൾട്ടേജ് റൂള് അപ്ലൈ ചെയ്യണം. KVL അല്ലെങ്കിൽ KVR എന്ന് വിളിക്കാം. കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ കിർച്ചോഫ് വോൾട്ടേജ് റൂള് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ലൂപ്പ് ഇതാണ് ABCF എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലോട്ടാണ്. എയിൽ നിന്ന് ബിയിലോട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ ആദ്യമുള്ളത് ഒരു സെല്ലാണ്. ആദ്യമുള്ളത് എന്താണ്? ഒരു സെല്ലാണ്. അപ്പൊ സെല്ലിന്റെ കാര്യം നോക്കുക, നമ്മൾ പോകുന്നത് എയിൽ നിന്ന് ബിയിലോട്ടാണ്. ആ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ പോകുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നതായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം, -E1.
ഓക്കെ, മൈനസ് E1. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് A നിന്ന് Bയിലേക്ക് തന്നെയാണ്. അടുത്തത് ഏതാണുള്ളത്? റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ് വരുന്നത്. B to A ഡയറക്ഷനാണ് കറണ്ട് വരുന്നത്. നമ്മൾ പോകുന്നത് A നിന്ന് Bയിലോട്ടാണ്. അപ്പം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതെന്തായിരിക്കും? -I1R1 ആയിരിക്കും. -I1R1. ഓക്കെ, -I1R1. ഇനി നമ്മൾ വരുന്നത് B2Cയിലാണ്. B2Cയിൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, അപ്പൊ അവിടെ നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ വരുന്നത് സിയിൽ നിന്ന് എഫിലോട്ടാണ് വരുന്നത്. സിയിൽ നിന്ന് എഫിലോട്ട് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് I3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ R2ന്റെ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -I3R2. ഇനി അടുത്തത് എഫിൽ നിന്ന് എയിലോട്ടാണ്. അവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവില്ല. അപ്പൊ അക്കോർഡിംഗ് ടു കിർച്ചോഫ് ലോ പ്രകാരം എന്ത് കിട്ടി? ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന EMFഉം അതുപോലെ തന്നെ കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും സമ്മും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മളിവിടെ എന്താ അപ്ലൈ ചെയ്തു? കിർച്ചോഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഇതിനൊന്നും കൂടി മോഡിഫിക്കേഷൻ വരുത്താൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. I1R1 പ്ലസ് I3R2 is equal to E1 എന്ന് എഴുതാൻ പറ്റും. ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കിർച്ചോഫ് വോൾട്ടേജ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സൈൻ കൺവെൻഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റൂള് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമ്മൾക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോയും അതുപോലെ തന്നെ കിർച്ചോഫ് ഫസ്റ്റ് ലോയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് നമ്മളെടുത്ത് കിർച്ചോഫ് ലോ ആണ്. കിർച്ചോഫ് ലോ 2 ലോസ് ഉണ്ട്. ഒന്ന് കറണ്ട് റൂൾ, സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് വോൾട്ടേജ് റൂൾ ആണ്. കറണ്ട് റൂള് കൺസർവേഷൻ ഓഫ് ചാർജിനെ ബേസ് ചെയ്തിട്ടാണ്. വോൾട്ടേജ് റൂൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്തിട്ടാണ്. സോ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.